തൊടുപുഴ ഇടുക്കി ജില്ലയിലെ ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ പ്രത്യേക ഇനം മദ്യം കൂടുതലായി വിൽക്കുന്നതിനു ജീവനക്കാർക്കു കൈക്കൂലി നൽകാനായി സ്വകാര്യ കമ്പനി കൊണ്ടുവന്ന ₹1,00,000 വിജിലൻസ് പരിശോധനയിൽ പിടിച്ചെടുത്തു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചറ ബിവറേജസ് ഔട്ട്ലെറ്റിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് പണം കണ്ടെടുത്തത്. CPI തൊഴിലാളി സംഘടനയായ AITUCയുടെ സമുന്നത നേതാവായിരുന്ന വാഴൂർ സോമൻ അന്തരിച്ചു. തൊഴിലാളികൾക്കൊപ്പം നിന്ന് ഇടുക്കി ജില്ലയിൽ സംഘടന കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച നേതാവാണ്. തൊഴിലാളി സമരങ്ങളിൽ പങ്കെടുത്ത് നിരവധി തവണ പോലീസിന്റെ മർദ്ദനമേറ്റിട്ടുണ്ട്. ഇതിന്റെ ശാരീരിക പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. നഗരങ്ങളിലെ വായു മലിനീകരണത്തിനെതിരായ പോരാട്ടത്തിൽ പഴയ വാഹനങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു പൈലറ്റ് പദ്ധതിക്കാണ് ഡൽഹി സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നത്. പഴയ കാറുകളെ റോഡിൽ നിന്നൊഴിവാക്കുന്നതിന് പകരം മലിനീകരണ നിയന്ത്രണ ഉപകരണങ്ങൾ ഘടിപ്പിച്ച് അവയെ പുനരുപയോഗിക്കുന്നതാണ് ഈ പദ്ധതി. BS3, BS4 നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന 30 സർക്കാർ വാഹനങ്ങളാണ് പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിക്കെതിരെ നഗ്നത പ്രദർശനം നടത്തിയ സ്ത്രീക്ക് കഠിനതടവും പിഴയും ശിക്ഷ വിധിച്ച് പോക്സോ കോടതി. തിരുവനന്തപുരം കാട്ടാക്കട മണ്ണൂർക്കര കള്ളോട് സ്വദേശിയായ സർജനത് ബീവിക്കാണ് കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി ജഡ്ജി 1 വർഷം കഠിനതടവും ₹20,000 ശിക്ഷ വിധിച്ചു. ലൈസൻസ് ഉടമകൾക്ക് പരിവാഹൻ.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന മാത്രമേ മൊബൈൽ നമ്പർ ചേർക്കാനും പുതിയ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. എന്നാൽ പരിവാഹൻ വഴി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് അക്ഷയ ഇ-സേവാ കേന്ദ്രങ്ങൾ വഴി നമ്പർ ചേർക്കാൻ സാധിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞു. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ വാഗ്ദാനപ്രകാരം കേരളത്തിലേക്കെത്തിയ പുതിയ KSRTC ബസ്സുകളെ പ്രശംസിച്ചും വിമർശിച്ചും സോഷ്യൽ മീഡിയ. ദീർഘദൂര സർവീസുകൾക്ക് കാലപ്പഴക്കം ചെന്ന ബസ്സുകൾ ഉപയോഗിച്ച് സർവീസ് നടത്തുന്ന KSRTCയിലേക്കെത്തിയ പുത്തൻ ബസ്സുകൾ യാത്രക്കാർക്ക് ഏറെ സൗകര്യമൊരുക്കുമെന്നതിൽ സംശയമില്ല. എന്നാൽ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ളയടിക്കാൻ നിർദ്ദേശിച്ച സർക്കാരിന് KSRTC ബസ്സുകൾ ഇഷ്ടമുള്ള നിറത്തിൽ പുറത്തിറക്കുന്നതിൽ ഇരട്ട നീതിയല്ലേ സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ളതെന്നും ചോദ്യമുയർന്നിട്ടു. ഇന്ത്യൻ റെയിൽവേ പുതിയ നിയമം. ട്രെയിൻ യാത്രയ്ക്ക് ലഗേജ് പരിധി വരുന്നു. അധിക ലഗേജിന് കനത്ത പിഴ. ഇനി മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാർക്ക് നിശ്ചിത മാനദണ്ഡങ്ങൾക്കനുസൃതമായി മാത്രമേ ലഗേജ് കൊണ്ടുപോകാൻ കഴിയൂ. അത് വിമാനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ പോലെ തന്നെയായിരിക്കും. അതെ, യാത്രയ്ക്കിടയിൽ കൊണ്ടുപോകുന്ന ലഗേജിന്റെ ഭാരത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇനി മുതൽ റെയിൽവേ വിമാന കമ്പനികളെ പോലെ ഇത് നിയന്ത്രിക്കും. റെയിൽവേ ലഗേജ് റൂൾ ലൈക്ക് എയർലൈൻസ്. ഈ നിയമം ഇത് നിലവിലുണ്ടെങ്കിലും ഇത് പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു. അക്കൗണ്ട് തുറക്കണം എങ്കിൽ നേരത്തെ RBIയുടെ അനുമതി വേണമായിരുന്നു. ഇനി മുതൽ ഈ അനുമതി ലഭിക്കുന്നതിന് മുൻപ് തന്നെ അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും. നടപടികൾ വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് RBIയുടെ തീരുമാനം. മാത്രമല്ല, രൂപയുടെ മൂല്യം പരിധിവിട്ട് ഇടിയുന്ന സാഹചര്യം അടുത്തിടെയുണ്ടായിരുന്നു. ഡോളറിനെതിരെ ₹88 എന്ന നിരക്കിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് രൂപയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പുതിയ തീരുമാനം. UAEയിലെ നിരവധി വ്യവസായ പ്രമുഖർ RBIയുടെ തീരുമാനം സ്വാഗതം ചെയ്ത് രംഗത്തുവന്നു. ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സിൽ 75,000-ലധികം ഇന്ത്യൻ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കാർ വൻതോതിൽ പണം മുടക്കിയ രാജ്യം കൂടിയാണ് UAE. ഇടപാടുകൾ എളുപ്പമാകുന്നതോടെ കൂടുതൽ ഇന്ത്യൻ കമ്പനികൾ UAEയിലേക്ക് മാറിയേക്കും. സംസ്ഥാനത്ത് വീതിയുള്ള റോഡിലൂടെ ട്രിപ്പടിക്കാമെന്ന് കരുതിയിരിക്കുന്ന ബൈക്ക് പ്രേമികൾക്ക് ആശ്വസിക്കാവുന്ന വാർത്തയാണ് ദേശീയപാത അതോറിറ്റി വൃത്തങ്ങൾ നൽകുന്നത്. കേരളത്തിലെ ദേശീയപാതയിൽ ബൈക്കുകൾക്കും ഓട്ടോറിക്ഷകൾക്കും സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസ് IRC ചട്ടങ്ങൾ പ്രകാരം പ്രധാന എക്സ്പ്രസ് വേകളിലും 6 വരി ഹൈവേകളിലും ചെറുവാഹനങ്ങൾക്ക് പ്രവേശനമില്ല. ഡൽഹിയെ ഗുഡ്ഗാവുമായി ബന്ധിപ്പിക്കുന്ന ദ്വാരക എക്സ്പ്രസ് വേയിൽ ബൈക്കുകളടക്കമുള്ള ചെറുവാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല. എന്നാൽ കേരളത്തിന്റെ സാഹചര്യം വ്യത്യസ്തമാണെന്ന് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നു. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 66 നവീകരണം പൂർത്തിയായാൽ ബൈക്കുകൾക്കും ഓട്ടോറിക്ഷകൾക്കും സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തില്ലെന്നുമാണ് ഇവർ പറയുന്നത്. കേരളത്തിലോടുന്ന 8 പാസഞ്ചർ ട്രെയിനുകളുടെ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് റെയിൽവേ തീരുമാനിച്ചിരിക്കുന്നത്. സോണൽ റെയിൽവേയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഒരു സെക്കൻഡ് ക്ലാസ് ജനറൽ കോച്ചും ഒരു സെക്കൻഡ് ക്ലാസ് ചെയർകാർ കോച്ചുമാണ് അധികമായി എത്തുക. സംസ്ഥാനത്തെ യാത്രക്കാരുടെ സുഗമമായ സഞ്ചാരത്തിനാണ് ഈ തീരുമാനമെന്നും റെയിൽവേ വ്യക്തമാക്കുന്നു. 10 വർഷം പൂർത്തിയായ എല്ലാ ബാങ്ക് അക്കൗണ്ടുകൾക്കും നിർബന്ധമായും KYC പുതുക്കണമെന്നും അല്ലാത്തപക്ഷം പണം പിൻവലിക്കലടക്കം ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി SLBC കൺവീനർ KS പ്രദീപ് പറഞ്ഞു. കേരളത്തിൽ 57 ലക്ഷം അക്കൗണ്ടുകളാണ് KYC കാലാവധി കഴിഞ്ഞവയായുള്ളത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി മോഹൻലാൽ. ക്ഷേത്രത്തിലെ അപൂർവ ചടങ്ങായ മുറിജബ ലക്ഷദ്വീപ് വിളംബരം ചെയ്യുന്ന ചടങ്ങിൽ താരം പങ്കെടുത്തു. മുറിജബ ലക്ഷദ്വീപ് വിളംബരം സ്വീകരിക്കുകയും വിളംബര ദീപം തെളിയിക്കുകയും ചെയ്തു. തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ മോഹൻലാലിന് വിളംബര പത്രിക കൈമാറി. KSRTC നിരത്തുകളിൽ എത്തിക്കാൻ പോകുന്ന പുതിയ ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് ആൻഡ് സ്വിഫ്റ്റ് ആസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഫ്ളാഗ് ഓഫിന് മുന്നോടിയായി ഗതാഗത വകുപ്പ് സംഘടിപ്പിച്ച ഓർമ്മ എക്സ്പ്രസിന്റെ ഭാഗമാകാൻ നടൻ മോഹൻലാൽ എത്തിയതും പരിപാടി ഏറെ ശ്രദ്ധ നേടി. KSRTC പുതിയതായി വാങ്ങിയ 133 ബസ്സുകളുടെ ഫ്ളാഗ് ഓഫാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത്.